ഫ്രഷർ ആണോ? നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് ഒരു ഡ്രീം ഉണ്ടോ? യെസ്, ഈ ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് ഫോർ ഫ്രഷേഴ്സ് ആയിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം ഫുൾ കാണാൻ നോക്കുക. ബിക്കോസ് ഇതിൽ ഫ്രഷേഴ്സിനെ എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ജോബിലേക്ക് ലാൻഡ് ചെയ്യാം എന്നുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. ഹായ്, വെൽക്കം ഗൈസ്, വെൽക്കം ടു ദിസ് ചാനൽ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു ഫ്രഷറിന് അവർക്ക് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ജോബിലേക്ക് എത്താൻ പറ്റുക, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ്, നമ്മളൊരു ഫ്രഷറാണ്, നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവർ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ഗോയിങ് ടു ബി ത്രൂ അവർ റെസ്യൂമേ, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു പേപ്പർ റെസ്യൂമേ ആയിട്ട് പോകുന്നതും അതുപോലെ തന്നെ നമ്മളൊരു സോഫ്റ്റ്വെയർ ജോബ് എയിം ചെയ്യുമ്പോൾ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കുന്നവരുടെ പെർസ്പെക്റ്റീവിൽ നമുക്കൊരു ഡെവലപ്പർ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് കാണാനായിരിക്കും താല്പര്യം. സോ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളൊരു സാധാരണ റെസ്യൂമേ ആയിട്ടാണോ പോകുന്നത് അതോ നമ്മൾ ചെയ്ത പ്രോജക്ട്സ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ളതായിരിക്കും. സോ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും അതല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഏതൊരു സെറ്റ് ഓഫ് സ്റ്റുഡൻസും കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രി അല്ലെങ്കിൽ അവരുടെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സിമിലർ, അല്ലേ? ദെൻ വാട്ട് ഈസ് മേക്കിംഗ് യു ഡിഫറെൻറ്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയയിലായിരിക്കും ഓരോ സ്റ്റുഡൻസിന് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. സാധാരണ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകുന്നതും ഇമാജിൻ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഡെവലപ്പർ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിങ്ങളുടെ പ്രോജക്ട്സ്, നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന വെബിനാർസ് ആൻഡ് ഹാക്കത്തോൺസ്, ഇതെല്ലാം നിങ്ങളുടെ ക്രെഡിബിലിറ്റീനെ തന്നെ ബൂസ്റ്റ് ചെയ്യും. സോ അത്രയും ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോയ ഒരു സ്റ്റുഡൻറ്റിനെ ആണോ അതോ സാധാരണ കോളേജ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ആണോ സാധ്യതകൾ അവൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. സോ 100% പഠിക്കുമ്പോൾ തന്നെ അതിനൊപ്പം നമ്മുടെ ഡ്രീം ജോബ് എന്താണോ അതിനാവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ബിൽഡ് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വെബിനാർസ്, ഹാക്കത്തോൺസ് ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബൂസ്റ്റ് യുവർ ചാൻസസ്. ഓക്കെ, സോ അതാണ് ഏതൊരു ഫ്രഷറും ഫസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മാത്രം പോരാ, നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ലെറ്റ്സ് കൺസിഡർ ദാറ്റ് ആസ് എ ഡോർ. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. സോ ഇമാജിൻ യു ഹാവ് എ വെരി ഗുഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഇതുപോലത്തെ പ്രൊഫഷണൽസ്, IT റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആയിട്ട് നമ്മുടെ ലിങ്ക്ഡിനിൽ അവരുമായിട്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് ഇമാജിൻ ദർ ഇസ് എ വെബിനാർ ഓർ എ ഹാക്കത്തോൺ അറ്റൻഡഡ് ഓർ കണ്ടക്റ്റഡ് ബൈ ദീസ് ടോപ്പ് പ്രൊഫഷണൽസ്. അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് തന്നെ ഇംപ്രൂവ് ആവും. ത്രൂ ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ ടെക്നിക്കൽ എബിലിറ്റീസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യുവർ സോഫ്റ്റ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, അനലിറ്റിക്കൽ സ്കിൽ. സോ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വലിനെ ലൈക്ക് ഒരു കോളേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അത് മാത്രം വെച്ചിട്ടല്ല, യു ഷുഡ് ഹാവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അല്ലേ? അപ്പോൾ നമ്മൾ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മുടെ എക്സ്പോഷർ അനുസരിച്ചായിരിക്കും ഈ സ്കിൽസും നമ്മുടെ ഇംപ്രൂവ് ആവുക. ആൻഡ് വെൻ യു ഹാവ് ഓൾ ദ ടെക്നിക്കൽ ആസ്പെക്ട്, ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസും കൂടി ഉണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ വിസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷറും അതുപോലെ തന്നെ ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സും ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ഗ്രാജുവേറ്റ്, ഓക്കെ, നിങ്ങൾക്ക് ഇനിയും മേ ബി ഒരു 2 years അല്ലെങ്കിൽ ഒരു 3 years എഡ്യൂക്കേഷൻ ബാക്കിയുണ്ടാവും. ഇമാജിൻ നിങ്ങൾ ആ ഒരു പ്രാക്ടിക്കൽ പ്രോജക്ട്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി, അത് ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്തു, ആൻഡ് ഡ്യൂ ടു യുവർ റിസോഴ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റി കാരണം നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ, ഐ എം ടെലിംഗ് യു, ആ ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി കോളേജിലെ ടൈമിൽ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റിയ, യു ആർ ഗോയിങ് ടു ബി ഇൻ ദ ടോപ്പ് 1% സ്റ്റുഡൻസ്. ഓക്കെ, ആ ഒരു 1% സക്സസ്ഫുൾ സ്റ്റുഡൻസിനാണ് ഒരു നല്ലൊരു പാക്കേജിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ട് ആസ് എ ഫ്രഷർ കിട്ടുന്നത്. ബിക്കോസ് ദേ ആർ ഹാവിംഗ് കോർ എക്സ്പീരിയൻസസ് വൈൽ ദേ ആർ കംപ്ലീറ്റിംഗ് ദർ ഗ്രാജുവേഷൻ. ഓക്കെ, സോ ഈ ഒരു എക്സ്പോഷർ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ നല്ലൊരു ടോപ്പ് കമ്പനിയിൽ ജോലി സാധ്യത കിട്ടുന്നത്. സോ ഇത്രയും അഡ്വാൻസ്മെന്റ്സും കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കുമ്പോൾ വൈ ആർ യു ഗെറ്റിംഗ് സ്റ്റോപ്പ്, അല്ലേ? നിങ്ങളും ഈ പറഞ്ഞതുപോലെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ്, നിങ്ങളുടെ ഇൻഡസ്ട്രി റെലവൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ബിൽഡ് ചെയ്യുക. കോളേജിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സക്സസ്ഫുൾ കരിയറിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ടെക്നിക്കൽ സ്കിൽസും അതുപോലെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യുക. ആൻഡ് യു ആർ ഷുവർലി ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. അതുപോലെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരും. ആൻഡ് ഇഫ് യു ഹാവ് എനി കൺസേൺ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷുവർലി യൂസ് അവർ കമന്റ് സെക്ഷൻ. ഫ്രഷറാണ്, നിങ്ങൾക്ക് ഒരു നല്ലൊരു ടൈലേർഡ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇഫ് യു ഹാവ് സം കൺസേൺസ് നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കമന്റ് സെക്ഷനിൽ തന്നെ ഇഫ് യു ആർ എ ഫ്രഷർ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. ആൻഡ് വി വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടച്ച് വിത്ത് യു. സോ താങ്ക് യു ഗൈസ്.